സാധന മേമ എന്തിനാ ഫോൺ ചെയ്യുന്നേ? ഒരു മിനിറ്റ് നിക്കേ. ആ മേമ പറ. സോറി റാം, നിന്നെ ഡിസ്റ്റർബ് ചെയ്തതിന്. മേമ എന്തു പറ്റി? എന്തിനാ കരയുന്നേ? വീട്ടിലിപ്പോ വളരെ വലിയൊരു പ്രശ്നം ഉണ്ടായി. നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ റാം. ശരി ശരി മേമ കരയണ്ട പ്ലീസ്. നീ കൊടുത്ത ചെക്സ് നിന്റെ സത്യ ചെറിയച്ഛൻ കീറി കളയാൻ പറഞ്ഞു. അത് വെറും ചെക്സ് അല്ലേ, അതിനെന്തിനെങ്കിലും ടെൻഷൻ ആവുന്നേ? മേമ പേടിക്കണ്ട, ഞാൻ ദാ വരുന്നു. പ്ലീസ് കാം ഡൗൺ. ചെറിയച്ഛൻ നന്നായി മദ്യപിച്ചു എന്ന് തോന്നുന്നു. മേമ എന്തായാലും ചെറിയച്ഛനെ ടേക്ക് കെയർ ചെയ്യണം കേട്ടോ. ഞാനൊരു അത്യാവശ്യ കാര്യമായിട്ട് പുറത്തേക്ക് വന്ന, എന്തായാലും ഞാൻ അവിടെ വന്നിട്ട് സംസാരിക്കാം. എടാ, വിശ്വൻ ചെറിയച്ഛന് കൊടുത്ത ചെക്ക് സത്യൻ ചെറിയച്ഛൻ എന്തിനാ കീറാൻ പറഞ്ഞേ? സൂര്യ അങ്ങനെ ചെയ്തത് നന്നായി. മുത്തച്ഛൻ എന്താ ചെയ്തേ? കൂളിംഗ് ഗ്ലാസ് ധരിച്ചാല് വെയില് കണ്ണിലടിക്കില്ലല്ലോ. സൂര്യ ഒരു കൂളിംഗ് ഗ്ലാസ് പോലെയാ. ആ വീട്ടിൽ എന്താ നടക്കുന്നത്, അതിന്റെ ചൂട് എത്രയുണ്ടെന്നാ നീ പറഞ്ഞത്. ഇപ്പോഴെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? നിനക്കൊരു കല്യാണം നടത്തണമെന്ന് സൂര്യ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നതെന്ന്? എടാ, ഇപ്പൊ ഓഫീസിലേക്കല്ലേ പോകുന്നത്, അത് തന്നെ മനസ്സിലിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കണ്ട. നീ പറഞ്ഞതുപോലെ സത്യമാമ ചിലപ്പോ കുറച്ച് കൂടുതൽ കുടിച്ചതുകൊണ്ട് ചെയ്ത കാര്യമായിരിക്കും. എടാ, എന്താണെങ്കിലും സത്യം ചെറിയച്ഛൻ ഇങ്ങനെ പെരുമാറുന്ന ആളെയല്ല. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. സാർ, സീതാ മേഡം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എന്തിനു വന്നേ? ഏയ്, ഞാൻ നിന്നോടത് നോക്കിട്ട് വരാൻ പറഞ്ഞോ? എന്തിനാ അലറുന്നേ? ലോയറുടെ മുമ്പിൽ സംസാരിക്കുമ്പോ ശബ്ദം ഉയരരുത്, മനസ്സിലായോ? ഗുഡ് ബോയ്, പോയിക്കോ. അല്ല, ഹലോ സീതാ മേഡം. അല്ല, ഇതെന്താ ഒരു സ്ട്രെസ് ഉള്ള പോലെ? സ്ട്രെസ്സുള്ള ജോലി ചെയ്ത് പുറത്തേക്ക് വന്നാ വേണ്ടപ്പെട്ടവരെ കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? സർ, ഞാൻ നിങ്ങളുടെ ഓഫീസിലേക്ക് വരുമായിരുന്നു. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട്? അതെയോ, വാട്ട് എ കോഇൻസിഡൻസ്. ആ, ഇത് കണ്ടോ, ഞാൻ ഈ ലഞ്ച് ബോക്സ് തന്നിട്ട് പോകാനാ വന്നത്. താനാണെങ്കിൽ എന്റെ ഓഫീസിലേക്ക് വരികയായിരുന്നു എന്ന് പറയുന്നു. ദരിദ്ര കുടുംബത്തിലേക്ക് ഭാഗ്യലക്ഷ്മി വരുന്ന പോലെയാണ്. വാ, എന്നാ ഒരുമിച്ച് പോ. കം. സർ, നിങ്ങൾ പോയിക്കോളൂ, ഞാനൊരു ഓട്ടോയിൽ വരാം. ഇതെന്താ സീതാ മേഡം, ഓട്ടോയ്ക്കാണോ കാറിനാണോ വേഗത കൂടുതലെന്ന് ടെസ്റ്റ് ചെയ്യുവാണോ? അങ്ങനെയല്ല സർ. പിന്നെ എന്താ സീതാ മേഡം, ജോലിക്ക് ജോയിൻ ചെയ്യാന്ന് പറയുന്നു, ഇപ്പതാ ഓട്ടോയിൽ പോവാണെന്ന് പറയുന്നു. ഞാനിവിടെ ഉണ്ടല്ലോ. ഞാൻ ഇതുവരെ ഇങ്ങനൊരു ക്ലയന്റിനെ കണ്ടിട്ടില്ല കേട്ടോ. സർ, അതുകൊണ്ടല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടാവില്ലേ? ഞാനൊരു ഓട്ടോയിൽ വന്നോളാം സർ. സീത, ഇറങ്ങാൻ ലേറ്റ് ആവുമെങ്കിൽ ഞാൻ പുറത്ത് പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യട്ടെ? ഇല്ല, നീ ഇറങ്ങിക്കോ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാനത് തീർത്തിട്ട് വന്നോളാം. സീതാ മേഡം, ഇവള് തന്റെ ഫ്രണ്ടാ? ഏയ്, ഞാനും ഇവളും ഫ്രണ്ട് അല്ല, പക്ഷെ ഞാനാ ഇവളുടെ ഫ്രണ്ട്. നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. ഇവരാ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ലോയർ രുദ്രപ്രതാപ് സർ. സർ, ഇവളെന്റെ ഫ്രണ്ടാ പ്രിയ. ഇവരാണോ ലോയർ?
നിനക്കൊരു കാര്യം അറിയോ? ഞാൻ ആദ്യമായിട്ട് ഒരു ലോയറിനെ നേരിട്ട് കാണുന്നേ. നേരം വെളുത്ത വെറും ലേയേഴ്സിനെ മാത്രമേ കാണാറുള്ളൂ. വാട്ട്? ജോക്ക് സർ. നേരം വെളുക്കുമ്പോ മുതലേ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്ത് ആർക്കാണെങ്കിലും ബോറടിക്കില്ലേ? അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജോക്ക് പറയാറുണ്ട്. സീത, നീ നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ച് വീട്ടിലേക്ക് പോണം കേട്ടോ. ടേക്ക് കെയർ. ബൈ ബൈ സർ. സീതാ മാഡം, തനിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടോ? ഗുഡ്. സർ, അതല്ല, കാണുമ്പോഴൊക്കെ താൻ കരഞ്ഞോ വിനയത്തോടെയൊക്കെ സംസാരിക്കുന്നതേ. അവള് കരയാൻ ഒരു അവസരം പോലും തരുന്നില്ല, അതുകൊണ്ടാ. നിനക്കും ഇതുപോലൊരു ഫ്രണ്ട് ഉണ്ടല്ലോ എന്ന് കരുതി അത്ഭുതപ്പെട്ടതാ. സീതാ മാഡം, താഴെ എന്റെ കാറ് കാത്തിരിക്കുന്നുണ്ട്. താനെങ്ങാനും ഓട്ടോ വിളിച്ച് വെയിറ്റ് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ എക്സ്ട്രാ പൈസ ചോദിക്കുമായിരുന്നു. താൻ വാ, നമുക്കിന്ന് ഒരുമിച്ച് പോവാം. ഇല്ല സർ, വേണ്ട, കുഴപ്പമില്ല. നോക്ക്, തന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ താൻ സേവ് ചെയ്യുന്ന ഓരോ രൂപയും തനിക്ക് ഉപകാരപ്പെടും. വെറുതെ ആലോചിക്കണ്ട, വാ. ഇനി ആലോചിക്കണ്ട, വാ. കം. സർ, ബോക്സ്. ഓ, ഏയ്, മോളുടെ അമ്മ വരാറായി. ഹോംവർക്ക് ഒക്കെ വേഗം ചെയ്യാൻ നോക്ക്. കഴിഞ്ഞു മുത്തശ്ശി. പക്ഷെ എന്റെ സീതമ്മ ഇപ്പൊ വരില്ല. അതെന്താ? ഇന്ന് ലേറ്റ് ആവും, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് സീതമ്മ എന്നോട് പറഞ്ഞു. അതെയോ? അതെന്തിനാ? സീതമ്മയ്ക്ക് കൂടുതൽ ജോലിയുണ്ട് മുത്തശ്ശി. നിന്നോട് പറഞ്ഞായിരുന്നോ? മുത്തശ്ശ. ശരി, കയ്യും കാലും കഴിയുവാ, ദീപം തെളിയിക്കാം. അച്യുതം കേശവം രാമനാമോദജം വിഷ്ണുനാമോദജം വാസുദേവം ഭജേ. സിഹി, മോന്റെ അമ്മയ്ക്ക് നല്ലത് മാത്രം വരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കേ. പ്രാർത്ഥിച്ചോ മുത്തശ്ശി? എന്താ പ്രാർത്ഥിച്ചേ? സീതമ്മ എന്നും എപ്പോഴും ഹാപ്പി ആയിരിക്കണമെന്ന്. മോളുടെ അമ്മ ഇത്രയധികം ജോലി ചെയ്യുന്നതല്ലേ, മോന് പാവം തോന്നാറില്ലേ? തോന്നും മുത്തശ്ശി. മോന്റെ അമ്മയുടെ കൂടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഓഫീസിലെ ജോലി, എക്സ്ട്രാ ജോലിയും അച്ഛൻ തന്നെ ചെയ്യുമായിരുന്നു. അപ്പൊ മോളുടെ അമ്മ കഥ പറഞ്ഞു തന്ന്, പ്രാർത്ഥിക്കാനിരുന്ന്, കൂടെ കളിക്കാനിരുന്ന് സന്തോഷായിട്ട് രണ്ടുപേർക്കും ഇരിക്കായിരുന്നല്ലോ. പക്ഷേ എനിക്ക് അച്ഛനില്ലല്ലോ മുത്തശ്ശി. അച്ഛൻ എപ്പോഴാ വരിക മുത്തശ്ശി? മോള് മനസ്സ് വെച്ചാ വരും. എന്ത്? ഞാൻ മനസ്സ് വെച്ചാലോ? ആ മോളെ, അച്ഛൻ വന്നാ നിങ്ങള് തമ്മിൽ അകൽച്ച വന്ന് ഒറ്റയ്ക്കാവോന്ന് പേടിയാ അമ്മയ്ക്ക്. അതുകൊണ്ടാ സീതമ്മ ഇങ്ങനെ നിക്കുന്നേ. അച്ഛൻ വന്നു കഴിഞ്ഞാൽ സീതമ്മയും ഞാനും തമ്മിൽ എങ്ങനെ അകലം ഉണ്ടാവുന്നേ? അത് സീമോളാണ് അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. സത്യം പറ ചക്കരെ, ഒരു വീട്ടില് നീ, അച്ഛൻ, അമ്മ എല്ലാരും ഉള്ളത് മോക്ക് ഇഷ്ടാണോ അല്ലയോ? ഇഷ്ടവാ, കൊറേ ഇഷ്ടവാ. വെരി ഗുഡ് ചക്കരെ. ഇങ്ങനെ പറഞ്ഞാ നിന്റെ അമ്മയ്ക്ക് ഒരു ധൈര്യം വരും. ഞാൻ കാരണാണോ സീതമ്മ കഷ്ടപ്പെടുന്നത് മുത്തശ്ശി? അങ്ങനെയല്ല സിഹിമോളെ, സീതമ്മയ്ക്ക് മോളെന്ന് വെച്ച ജീവനാ. അവൾക്ക് കുറെ തെറ്റായ ധാരണകളുണ്ട്. മോളാണ് അവൾക്ക് ധൈര്യം കൊടുക്കേണ്ടത്. അച്ഛൻ വന്നാല് മോളും അമ്മയും തമ്മിൽ അകലില്ലാന്ന് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ?
ചിലതൊക്കെ പറയാൻ ബുദ്ധിമുട്ടാ, പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് നടക്കും. സിഹി സീതമ്മയോട് പറയണേ. ഞാൻ അച്ഛനെ കുറിച്ച് പറയുമ്പോ സീതമ്മയ്ക്ക് എപ്പോഴും ദേഷ്യം വരും. ഇനി അമ്മ ദേഷ്യം പിടിക്കില്ല സിഹി, മനസ്സിലാക്കിക്കോളും. പക്ഷെ മുത്തശ്ശി, അച്ഛൻ എവിടെ ഉണ്ടാവുക? ഞാൻ അച്ഛനെ കണ്ടിട്ടേ ഇല്ല. നിങ്ങളുടെ അടുത്ത് അച്ഛന്റെ ഫോട്ടോ ഉണ്ടോ? ഇല്ല മോളെ. മോള് മോളുടെ അമ്മയോട് പറഞ്ഞ അമ്മ മോളുടെ അച്ഛനെ വിളിച്ചോളൂ. മോളുടെ മുമ്പിൽ ആരാണോ വരുന്നത് അതാണ് മോളുടെ അച്ഛൻ. അച്ഛൻ വന്ന സീതമ്മയ്ക്ക് സമാധാനം ഉണ്ടാവോ? ഉറപ്പായിട്ട് സമാധാനം ഉണ്ടാവും. മോളുടെ അമ്മയുടെ കൂടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. സീതമ്മയ്ക്ക് മോളെന്ന് വെച്ച ജീവനാ. മോള് വേണം അവൾക്ക് ധൈര്യം കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ വരട്ടെ. എടാ സീതയല്ലേ ഇത്? ഏയ്, പിന്നെ അവളാ ലോയറിന്റെ കൂടെ ആണല്ലോ പോകുന്നേ. വീണ്ടും അന്ന് കണ്ടപ്പോ അവളുടെ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ അവൾ ഒറ്റയ്ക്കാണല്ലോ അവന്റെ കൂടെ. എന്തെങ്കിലും ബാങ്കിലെ കാര്യം ഒരുക്കി. നീ ഫോൺ ചെയ്ത് ചോദിക്ക്. എന്ത് ചോദിക്കാൻ? ഏയ് സീത, ഞാൻ നിന്നെ കണ്ടിരുന്നു, എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കണോ? എന്തൊരു മോശമായ കാര്യമാടാ അത്. നീ വിളിച്ചു നോക്ക്. സീത മാഡം, താൻ കംഫർട്ടബിൾ അല്ലേ? AC കിട്ടുന്നുണ്ടോ? സമാധാനമായിട്ടിരുന്നോ കേട്ടോ. ഓക്കെ സർ, ഐ എം ഓക്കെ. ആ സീത മാഡം, നമുക്കൊരു പാട്ട് കേട്ടാലോ? ഏത് പാട്ടാ ഇഷ്ടം? വെയിറ്റ്, ലെറ്റ് മീ ഗസ്. ഓൾ റൊമാൻറ്റിക് സോങ്സ്, കറക്റ്റ്? സർ, എനിക്ക് പാട്ട് കേൾക്കുന്ന ശീലമൊന്നുമില്ല. മ്യൂസിക് ആസ്വദിക്കണ്ടേ സീത മാഡം? നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിന്റെ കണ്ണാടിയല്ലേ അത്? ചെയ്യ്. ആരാ സീത മാഡം? അച്ഛനോ അമ്മയോ മറ്റോ ആണോ വിളിക്കുന്നത്? അല്ല സർ, കൊളീഗാണ്. സംസാരിക്കേ. ഹലോ റാം. ഹായ് സീത, താനിവിടെ ഓഫീസിലാ? ഇല്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയല്ലോ. തന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഇപ്പോ കാണാൻ പറ്റുമോ? റാം, ഞാനിപ്പോ പുറത്തായിരുന്നല്ലോ, കാണാൻ പറ്റില്ലല്ലോ. വീട്ടിലെത്തിയിട്ട് ഞാൻ കോൾ ചെയ്യാം നിന്നെ. വീട്ടിലേക്കാ? ഞാൻ വേണമെങ്കിൽ വീട്ടിലേക്ക് വരാട്ടോ. ഇല്ല റാം, ഞാൻ പുറത്താണ്. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലെത്തിയിട്ട് നിന്നെ വിളിക്കാട്ടോ. എന്താ? കട്ട് ചെയ്ത് കളഞ്ഞു. എന്താ സീത മാഡം, ഓഫീസ് കഴിഞ്ഞ് നിങ്ങളുടെ വിവരം വിളിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഗുഡ്, നൈസ്. പക്ഷെ സീത മാഡം, ഒരു കാര്യം, എല്ലാവരും നല്ലവരായിരിക്കില്ല. ചില ആൾക്കാര് ശരിയല്ല, ശ്രദ്ധിക്കണം. ഓക്കെ? അല്ല സർ, ഇവൻ വളരെ നല്ലവനാ.
അങ്ങനെയല്ല, ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സീത ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം. ഇവൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാ. സിക്ക് ഇവനെന്ന് പറഞ്ഞ ജീവനാ. വേറെ ആരോടും അവൾക്ക് ഇത്ര ഇഷ്ടമില്ല. ദിവസം ഒരു തവണയെങ്കിലും അവൾ അവനെ കോൾ ചെയ്യും. ശരിക്കും എന്നെക്കാട്ടിലും ഇഷ്ടം അവൾക്ക് അവനോടാ. എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് വേണം വിളിക്കാൻ. ഓക്കെ. എടാ ആ നീ വാ, കാറിൽ കയറ്. അവരെന്തോ അർജന്റ് ജോലിയിലാന്ന് തോന്നുന്നു. അതല്ലാതെ അവളിപ്പോ പറഞ്ഞിട്ട് പോയത്. എന്റെ മുന്നിൽ കൂടെ പോകുന്നു, എന്നിട്ട് വേറൊരു കാരണം വിളിച്ചു പറയുന്നു. അവന്റെ കൂടെ എന്തെങ്കിലും കേസിന്റെ കാര്യത്തിന് പോവാന്ന് പറഞ്ഞ പോരായിരുന്നോ? എന്തിനാ മറച്ചു വെച്ചേ? അവര് കേസിന്റെ കാര്യത്തിനാ പോകുന്നതെന്ന് തോന്നുന്നില്ല. വേറെ എന്ത് കാര്യമാണ് ആ ലോയറിന്റെ കൂടെ? ആ. ഇനിയിപ്പോ എന്തായാലും അവളോട് സംസാരിക്കേണ്ട കാര്യമില്ലെന്നാ തോന്നുന്നു. എല്ലാം സെറ്റിൽ ആയിട്ടുണ്ട്. ഇപ്പോ സീത മാഡം, വെൽക്കം. താങ്ക് യു സർ. സർ, ഇതൊക്കെ എന്തിനാ? താൻ ഇവിടെ പുതുതായിട്ട് ജോയിൻ ചെയ്തതാ. തന്നെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യുന്നത് എന്റെ കടമയല്ലേ, അതുകൊണ്ടാ. വെൽക്കം സീത മാഡം. ഗോപി, അപ്പോഴേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. ആ സീത മാഡം, തന്റെ പുതിയ ജോലി ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് ശുഭാരംഭം കുറിക്കാം. ഓക്കെ, കേക്ക് കട്ട് ചെയ്യേ. സർ, കേക്കൊക്കെ എന്തിനാ? ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇവിടുത്തെ ബോസ് ഞാനാ, നീ എംപ്ലോയി ആണ്. ബോസ് പറയുന്നത് നീ കേൾക്കണ്ടേ? സർ, എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഞാൻ കൃത്യമായി ചെയ്യും. ഇതൊന്നും വേണ്ട സർ. ബോസിന്റെ വാക്കിന് നീ കൊടുക്കുന്ന മര്യാദ ഇതാണോ? പ്ലീസ് സീതാ മാഡം, വന്നേ, കേക്ക് കട്ട് ചെയ്യ്. വാ. സീതാ മാഡം, പിടിക്കേ. ഞാൻ ചെയ്തോളാം സർ. സീതാ മാഡം, സീതാ മാഡം, തന്റെ ചുണ്ടില് കേക്ക് ഇരിക്കുന്നു. ആക്ച്വലി സീതാ മാഡം, ഞാൻ ബോസ് എംപ്ലോയിന്നൊക്കെ ചുമ്മാ ഒരു പേരിന് പറഞ്ഞതാ. നമ്മൾ രണ്ടാളും ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ? ഓക്കെ അല്ലേ? സർ, ചെയ്യേണ്ട ജോലി എന്താന്ന് പറഞ്ഞാ വേഗം തുടങ്ങാമായിരുന്നു. ചേടാ, തിരക്ക് കൂട്ടല്ലേ, സമാധാനമായിട്ടിരിക്കെ. അതല്ല സർ, ഡ്യൂട്ടി ടൈം ഏകദേശം 8 മണിക്ക് തീരില്ലേ, അതുകൊണ്ടായിരുന്നു. 8 മണിയായി കഴിഞ്ഞാൽ തനിക്ക് വീട്ടിൽ പോവാം. ഇനി അതല്ല എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ നാളെ വന്ന് ചെയ്താലും മതി. നോ പ്രോബ്ലം. ആ സീതാ മാഡം,
ഓൾ ദി ബെസ്റ്റ് സീതാ മാഡം.